നിങ്ങൾ ഡ്രീം 11 കളിക്കുന്നവരാണോ? നിങ്ങൾക്ക് ഡ്രീം 11 കളിച്ച് എല്ലാ മത്സരങ്ങളിലും വിൻ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യണം എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് ടിപ്സും ട്രിക്സും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് കളിച്ച മത്സരങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റുകളൊക്കെ ഏൺ ചെയ്യാനേ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഡ്രീം 11. പക്ഷേ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സത്യമായിട്ടും കളിക്കാറില്ല. കൂടുതലും ഞാൻ എൻ്റെ വേറെ ആപ്ലിക്കേഷൻസ് കളിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എണ്ണം വിൻ ചെയ്താൽ 10 എണ്ണം ലോസ് ആവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം ഞാൻ 3 എണ്ണം വിൻ ചെയ്തു, ഇനി ഞാൻ കളിക്കുന്ന ഒക്കെ ലോസ് ആവും. അത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അത് എൻ്റെ ടീമിൻ്റെ കുഴപ്പമാണോ, അത് കണ്ടിന്യൂസ് വിന്നിങ് പ്രോബബിലിറ്റി എനിക്കിതിൽ കിട്ടുന്നില്ല, ബട്ട് എനിക്ക് വേറെ ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ചോയ്സിൽ പോലെയുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലാസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള മാച്ചസ് കാണിച്ചിട്ട് ഇത് നോക്കിയോ. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു IPL മത്സരങ്ങൾ തോറ്റതായിട്ട്, എനിക്ക് ക്യാഷ് ഇല്ലാത്തതായിട്ട് ഞാൻ ഇതിവിടെ കളിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം അതിവിടെ കളിച്ചിട്ടില്ല, ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം ഞാൻ അത്രയും ക്യാഷൊന്നും ഇൻവെസ്റ്റ് ചെയ്യാറില്ല, ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. പക്ഷെ എന്നാൽ കൂടെ ഞാൻ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും ഇവിടെ എനിക്ക് പൈസ കിട്ടാറുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സംഭവം. അതാണ് ഞാൻ വേറെ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങളെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറയുന്നത്. ഇത് നമ്മുടെ ചോയ്സിൽ വന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ആണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം, വെറുതെ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങളൊരു മത്സരം, ആ ഒരു മത്സരത്തെ പറ്റി അറിയില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ എങ്ങനെ കളിക്കണം എന്ന് കൂടെ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളൊരു ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ലാസ്റ്റ് പറഞ്ഞ ഏതെങ്കിലും ഒരു മത്സരത്തിൻ്റെ ടീം എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പഞ്ചാബ് വേഴ്സസ് കൊൽക്കത്ത മാച്ച് തന്നെ ആയിക്കോട്ടെ. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും നല്ല മത്സരം, പഞ്ചാബ് വേഴ്സസ് കൊൽക്കത്ത റീസെൻ്റ് നടന്ന മത്സരമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഞാനൊരു ടീം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ടീം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഗ്രൂപ്പിലാണ് നമ്മുടെ ടീംസ് ഇടാറ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണ് കയറിക്കോ, ജോയിൻ ചെയ്തോ, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിലിടുന്ന ടീം തന്നെ ഞാൻ ഇടുന്നത്. ഇപ്പം എൻ്റെ ടീം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എത്ര ഡ്രീം ടീം പ്ലെയേഴ്സ് ഉണ്ട്? 1 സുനിൽ നരേൻ, 2, 3, 4, 5, 6 പ്ലെയേഴ്സിനെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വിൻ ചെയ്തത്. ഏകദേശം ഇത്ര രൂപ ഞാൻ വിൻ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 630 രൂപ. ഞാനിതിൽ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്ത് ചെറിയൊരു എമൗണ്ട് തന്നെയാണ്, വലിയ എമൗണ്ട് ഒന്നും ഇല്ല. 19 രൂപയുടെ കോൺട്രാക്റ്റുകളൊക്കെയാണ് കൂടുതലും ഞാനിവിടെ പ്ലേ ചെയ്തിട്ടുള്ളത്. 19 രൂപ. അതുപോലെ തന്നെ ഒരു 2.89 കിട്ടുന്നുണ്ടായിരുന്നു, ബാക്കി എല്ലാം 19 രൂപയുടെ. ഈ 19 രൂപയുടെ കോൺട്രാക്റ്റുകളെല്ലാം എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ എന്തായാലും ഈ ഒരു മത്സരം കളിക്കാമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഒരു 9 മണിയാവുന്ന സമയത്ത്, മാച്ച് 7:00-ക്കാണല്ലോ, രാവിലെ ഒരു 9 മണിയാവുന്ന സമയത്ത് ഒരു അപ്രോക്സിമേറ്റ് ഒരു 10 hours മുന്നേ ഞാൻ ഒരു 2 കോൺടെസ്റ്റ് ജോയിൻ ചെയ്തു. ഒരു 89 രൂപയുടെ ജോയിൻ ചെയ്തു, 2.19 ജോയിൻ ചെയ്തു. ഓക്കെ, അതവിടെ ക്ലോസ് ചെയ്തു. ഇതിന് 12 o'clock ശേഷം ഞാൻ പിന്നെയും ഒരു 2 എണ്ണം വെച്ച് ജോയിൻ ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാനൊരു 5 മണിയാകുമ്പോൾ 2 എണ്ണം ജോയിൻ ചെയ്തു. പിന്നെയും ഞാനൊരു ലാസ്റ്റ് ലൈനപ്പ് വരുന്ന സമയത്ത് അപ്പോഴും ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഓപ്പണൻറ്റിനെ കിട്ടൂല. മേ ബി നമ്മുടെ ലെക്ക് അനുസരിച്ചിട്ട് പുതുതായിട്ട് ഇപ്പോൾ ഡ്രീം 11 കളിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ട് ഈ ഡ്രീം 11 പറ്റി അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരെ പോലെയുള്ള ഓപ്പണൻസിനെ കിട്ടിയാൽ അവർക്ക് മാച്ചസ് കളിക്കാനായിട്ട് അറിയത്തില്ല, അതെങ്ങനെയാണ് ടീം ക്രിയേഷൻ ഒന്നും അറിയില്ല. പക്ഷെ നമുക്കിതിലൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരെ പോലെയുള്ള ഓപ്പണൻസിനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വിന്നാവാനുള്ള പോസിബിലിറ്റീസ് ഒബ്വിയസ്ലി കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീം ഗ്യാപ്പ് വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം ഓപ്പണൻറ്റിനെ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ടീം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം ക്രിയേഷനാണ്. ഈ ടീം ക്രിയേഷനിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ് എങ്കിലും കുറച്ചെങ്കിലും ശരിയായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതവിടെ വിന്നിങ്സ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പിക്ക് വേണം. ഈ 2 കാര്യത്തെ പറ്റി നമ്മളിവിടെ പറയാം, ഡിഫറെൻറ്റ് പിക്കിനെ പറ്റിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനെ പറ്റിയും. അപ്പോൾ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഈ ഒരു മാച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് പേര് ക്യാപ്റ്റൻസി പിക്ക് ചെയ്തത് നമ്മുടെ സുനിൽ നരേനെ തന്നെയാണ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് കാരണം കൊണ്ട് തന്നെയാണ് സുനിൽ നരേൻ ഏകദേശം 30% ക്യാപ്റ്റൻസി പിക്ക് നമ്മുടെ സുനിൽ നരേന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഏറ്റവും കൂടുതൽ പിക്സ് വന്നത് നമ്മുടെ ശ്രേയസ് അയ്യറിനുമാണ്. ബിക്കോസ് ഈ 2 പ്ലെയേഴ്സിന് ഞാൻ ക്യാപ്റ്റൻ VC കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോസ് കിട്ടിയത് പഞ്ചാബിനാണ്. പഞ്ചാബിൻ്റെ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം ചൂസ് ചെയ്തത് ബാറ്റിംഗ് ആണ്. സോ ഒബ്വിയസ്ലി അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റനായിട്ട് കൊടുത്തത്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് എല്ലാ മത്സരങ്ങളും 100 above പോയിൻറ്റ്സ് എടുക്കുന്ന സുനിൽ നരേൻ എന്തായാലും ഈ ഒരു മത്സരം നന്നായി പെർഫോം ചെയ്യുന്ന അറിയാം. അതുകൊണ്ടുകൂടെയാണ് അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റനും കൊടുത്തത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റുള്ള ടീം ബാറ്റിംഗ് ചൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് നമ്മുടെ
പഞ്ചാബ് കിങ്സ് നല്ല രീതിയിൽ റൺസ് എടുക്കുന്നുള്ളതുകൊണ്ട് ഓപ്പോസിറ്റ് കളിക്കുന്ന ടീം എന്തായാലും, അതായത് KKR ഓപ്പണിംഗ് വരുന്ന ബാറ്റ്സ്മാൻ ആണല്ലോ സുനിൽ നരേൻ, അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. സോ അങ്ങനെയും കുറച്ച് റൺസ് നമ്മുടെ ടീമിലോട്ട് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുത്തത്. ഓക്കെ, ഈ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ്റെ ഒരു ലെവൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അവരെ കൊടുത്തതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരാ നന്നായി കളിക്കാമെന്ന് നിങ്ങൾക്ക് ഒരു പ്രഡിക്ഷൻ. ഇപ്പോൾ സുനിൽ നരേൻ തന്നെ ഈ ഒരു മത്സരം സുനിൽ നരേൻ, ഇപ്പോൾ അടുത്ത മത്സരം ആയിക്കോളാം. ഓക്കെ, ഇപ്പം നമുക്ക് അഭിഷേക് ശർമ്മയുടെ ഇപ്പം നാളത്തെ മുംബൈ മാച്ചൊക്കെ എടുക്കും, മുംബൈ SRS മാച്ചൊക്കെ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരുപാട് പേര് അഭിഷേക് ശർമ്മയെ കൊടുക്കും. പക്ഷേ അദ്ദേഹം ക്യാപ്റ്റൻസി കളിക്കുമെന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ലെവൽ വെച്ചിട്ട് അദ്ദേഹം നല്ല രീതിയിൽ കളിക്കാനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു സേഫ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ കൊടുക്കാൻ ശ്രമിക്കുക. ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടുക. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം റൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോയിന്റ്സ് കയറും. അതുപോലെ തന്നെ കീപ്പർ ക്യാച്ചസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബാറ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരു ഡുവൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീപ്പേഴ്സിനാണ് ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ ഓൾറൗണ്ടേഴ്സിനാണ്, ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ചെയ്യുന്ന ഓൾറൗണ്ടേഴ്സിനാണ്. പിന്നെ അതുപോലെ തന്നെ ലോങ്ങിൽ നിൽക്കുന്ന ഫീൽഡേഴ്സ്, നല്ല ഹൈറ്റുള്ള ഫീൽഡേഴ്സ്, അപ്പോൾ അവർക്കും അതിലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ടീം ഡേവിഡിനെ പോലെയുള്ള പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ എപ്പോഴും ബൗണ്ടറി സൈഡേ നിൽക്കത്തുള്ളൂ. സ്റ്റാർക്ക് അങ്ങനെ ഹൈറ്റുള്ള കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്, അവരൊക്കെ ബൗണ്ടറി സൈഡേ കൂടുതൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവർക്ക് ക്യാച്ച് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളൊരു ക്യാപ്റ്റൻ കൊടുക്കുന്ന സമയത്ത് അവർ കീപ്പർ അയക്കാനേ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ ഓൾറൗണ്ടർ അയക്കാനും അഡ്വാൻറ്റേജ് ഉണ്ട്. ദെൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. ഇതിലിപ്പോൾ 4 പേര് നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം മാക്സ്വെൽ നന്നായി കളിക്കും, ചിലപ്പോൾ ജെയിൻസ് നന്നായി കളിക്കും, അതുപോലെ രഹാന് കളിക്കും. അപ്പോൾ ആര് വേണമെങ്കിലും ഇവിടെ കളിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അർഷദീപ് കളിക്കും, ആര് വേണമെങ്കിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മിനിമം അവർ ഇത്ര പോയിൻ്റെങ്കിലും എടുക്കുമെന്ന് നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അർഷദീപിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മിനിമം അദ്ദേഹം 1 to 2 വിക്കറ്റ്സ് പെർ മാച്ച് എടുക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് സോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എങ്ങനെ പോലും ഒരു വിക്കറ്റെങ്കിലും പ്രതീക്ഷിക്കാം. 2 വിക്കറ്റ് എടുക്കുന്ന പ്ലെയർ 1 വിക്കറ്റെങ്കിലും പ്രതീക്ഷിക്കാം. സോ അദ്ദേഹം മിനിമം നമുക്കൊരു 30 പോയിന്റ് നമ്മുടെ ടീമിന് നേടിത്തരുമെങ്കിൽ വൈസ് ക്യാപ്റ്റൻ കൊടുത്തതിന് അദ്ദേഹം നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഓൾറൗണ്ടറിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാച്ചുകളാണെങ്കിൽ 2-3 ഓവേഴ്സ് ബോൾ ചെയ്യും. അതുപോലെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ബാറ്റിങ്ങിൽ ഒരു 20 റൺസ് കൊടുത്ത് ഒരു 2 വിക്കറ്റ് 1 വിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ പോയിന്റ് 50-60 ആവും. അപ്പോൾ നമ്മൾ വൈസ് ക്യാപ്റ്റൻ കൂടെ കൊടുക്കുന്ന സമയത്ത് 60 പോയിന്റ് ഉള്ള ആൾ 90 പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് നോക്കുക. അപ്പോൾ വിക്കറ്റ് കീപ്പിംഗ് ആണെങ്കിലും വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക. മിനിമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര പോയിന്റെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്ലെയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷുവറായിട്ട് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നമ്മുടെ നാളത്തെ മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിരുന്നു, നോക്കിയോ. ഇപ്പോൾ മുംബൈ SRH മാച്ചാണ്, ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന മാച്ച്. അപ്പോൾ ഇതിൽ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം പോയിന്റ്സ് കിട്ടുന്നുള്ള കുറച്ച് ഷുവറായിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ റിക്കിൾട്ടൺ നല്ലൊരു ഓപ്ഷനാണ്. കാരണം റീസൺ നല്ല പെർഫോമൻസ് ആണ്, മിനിമം പോയിന്റ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഓർഡറിലിരിക്കുന്ന ആരും ഒരു ഷുവറായിട്ടുള്ള പ്ലെയർ അല്ല. അതുപോലെ തന്നെ ഈ ഒരു ഓൾറൗണ്ടർ ലിസ്റ്റിലാണെങ്കിലും നമ്മുടെ സാന്തർണറോ അതുപോലെ തന്നെ വിൽ ജാക്സോ നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് ഇപ്പുറത്ത് ബോളിങ്ങിൽ വന്നാലും ഹർഷൽ പട്ടേൽ 1 വിക്കറ്റ് എടുക്കുന്ന എന്തായാലും എനിക്കറിയാം. അതുപോലെ ജാസ്പ്രീത് ബുംറ എന്തായാലും 1 വിക്കറ്റ് എടുക്കുന്നറിയാം. പാറ്റ് കുമ്മിൻസ് 1 വിക്കറ്റ് എടുക്കുന്നറിയാം. ബോൾട്ട് 1 വിക്കറ്റ് എടുക്കും. ഈ 4 പ്ലെയേഴ്സ് 1 വിക്കറ്റ് ഒന്നിൽ കൂടുതലും എടുക്കുന്നറിയാം. അപ്പോൾ ഇവരിൽ ആരെങ്കിലും നല്ല റീസെൻറ്റ് ഹൈ പെർഫോമൻസ് പ്ലസ് ഫോമിലുള്ള പ്ലെയേഴ്സിനെ പിക്ക് ചെയ്ത് വൈസ് ക്യാപ്റ്റൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഷുവർ ആയിട്ടുള്ള ആൾക്കാരെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നത്. സോ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ഡ്രീം 11. അതുപോലെ തന്നെ ഈ സെയിം കോൺടെസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ, അതുപോലെ തന്നെ വേറെ ആപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വിന്നാവാനുള്ള പോസിബിലിറ്റീസ് കൂടുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. സോ മറ്റുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ആപ്പ് കളിക്കണമെന്ന് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെ കളിക്കണം, ഏത് കളിക്കണം എന്നൊക്കെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഗ്രൂപ്പിലോട്ട് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.